ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന ബയോളജിയുടെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ടേം 2 പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ ഹെറിഡിറ്ററി ഡിസീസസ് അതിന് തൊട്ട് മുന്നേയുള്ള ഭാഗമാണുള്ളത്. എങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡിസീസിന് തൊട്ട് മുന്നേ വരെ വരുന്ന ഒരു ഇമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തിനാണെന്നാണ് പൊതുവിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അറിയാലോ, പ്രത്യേകിച്ച് നോട്ടൊന്നുമില്ല, ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ചാപ്റ്റർ ഫുള്ള് പഠിക്കാനായിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ നല്ല തൊണ്ടവേദന ജലദോഷമൊക്കെ ഉണ്ട്, എങ്കിലും നമുക്ക് പരീക്ഷയാവാറായി, അതുകൊണ്ട് ക്ലാസ്സുകൾ മുടക്കുന്നില്ല, ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയറിൽ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, WHO പറയുന്നതനുസരിച്ച് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫിസിക്കലും മെൻ്റലും സോഷ്യലുമായിട്ടുള്ള വെൽബീയിങ്ങിനാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് ഡിസീസുകളില്ല അല്ലെങ്കിൽ ഇൻഫേർമിറ്റി അംഗവൈകല്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് മാത്രമല്ല, ഫിസിക്കലും മെൻ്റലും സോഷ്യലുമായുള്ള വെൽബീയിങ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹെൽത്ത് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞെങ്കിൽ അടുത്ത് പഠിക്കേണ്ട എന്താണ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മൊത്തത്തിൽ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഈ ഹോമിയോസ്റ്റാസിസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ പ്രവർത്തനങ്ങൾ അത് കാരണം അഫക്റ്റ് ചെയ്യപ്പെട്ടാൽ അതിനെയാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഇറ്റ് ഈസ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫേർമിറ്റി. സോ വാട്ട് ഈസ് ഡിസീസ്? എനി ചേഞ്ച് ഇൻ ദ ഹോമിയോസ്റ്റാസിസ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ ഹോമിയോസ്റ്റാസിസിൽ തുലനാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഡിസീസ് കൊണ്ടുവരുന്ന ആൾക്കാരെ എന്ത് വിളിക്കും? ഡിസീസ് അല്ലെങ്കിൽ രോഗകാരികളെ നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പേരാണ് പാത്തോജൻസ് അല്ലെങ്കിൽ ആൻറ്റിജൻസ്. മെയിനായിട്ട് വിളിക്കുന്ന ആൻറ്റിജൻസ് എന്നാണ്. അതിലെന്തൊക്കെ വരും? പാത്തോജൻസ് വരും, പോളൻ ഗ്രെയിൻസ് വരും, ഡസ്റ്റ് വരും, അതുപോലെ ചില ഫുഡ് ഐറ്റംസ്, കെമിക്കൽസും ഒക്കെ എന്താണ്, ആൻറ്റിജനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പൊതുവായിട്ടുള്ള പേര് ആൻറ്റിജൻ. അപ്പോൾ ഹെൽത്ത് എന്താണെന്ന് മനസ്സിലായി, ഡിസീസ് എന്താണെന്ന് മനസ്സിലായി, ആൻറ്റിജൻ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ചുറ്റും പാത്തോജൻസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, പോളൻ ഗ്രെയിൻസ്, ഡസ്റ്റ്, അതുപോലെ ഫുഡ് ഐറ്റംസ്, കെമിക്കൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും അസുഖം വരാറില്ല. എന്തുകൊണ്ട്? നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷിയുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് പാത്തോജൻസ് ആൻഡ് ടു ഡിസ്ട്രോയ് ദോസ് ദാറ്റ് ഹാവ് ഓൾറെഡി എൻറ്റർഡ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ പറഞ്ഞ രോഗകാരികളുണ്ടല്ലോ, അവരെ ശരീരത്തിലോട്ട് എൻ്റർ ചെയ്യാതെ തടഞ്ഞു നിർത്തുന്നതും ആരെങ്കിലും അത് ഭേദിച്ച് വന്നാൽ അവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ശരീരത്തിൻ്റെ പ്രതിരോധത്തിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിസീസ് ഓക്കെയാണ്, ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് കിട്ടുന്നുണ്ടല്ലോ, ആൻറ്റിജൻസ് എന്താണെന്ന് കിട്ടുന്നുണ്ടല്ലോ. അടുത്ത് വരുന്നതാണ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി. എന്തിനുള്ള എബിലിറ്റി? ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് പാത്തോജൻസ്, ഓൾസോ ഡിസ്ട്രോയ് ദോസ് ദാറ്റ് ഹാവ് ഓൾറെഡി എൻറ്റർഡ്. ഇമ്മ്യൂണിറ്റി എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അഥവാ അക്വേർഡ് അല്ലെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അക്വേർഡ് ഇമ്മ്യൂണിറ്റിയും. ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി വീണ്ടും 2 എണ്ണം ഉണ്ട്. പ്രൈമറിയും ഉണ്ട്, സെക്കൻഡറിയും ഉണ്ട്. അപ്പോൾ സെറ്റാണല്ലോ. അപ്പോൾ ഇമ്മ്യൂണിറ്റി 2 തരം, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അക്വേർഡ് ഇമ്മ്യൂണിറ്റി. അതിലാദ്യം വരുന്നതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് വരുന്നു അല്ലേ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ ബോഡി ബൈ ബർത്ത് ഈസ് കോൾഡ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി വിളിക്കുന്ന പേര് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി 2 എണ്ണം ഉണ്ട് അല്ലേ, പ്രൈമറിയും സെക്കൻഡറിയും. അതിലാദ്യം വരുന്നതാണ് പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റി. എന്താ പ്രൈമറി ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ ശരീരത്തിലേക്ക് പാത്തോജനുകൾ വരാതെ കാക്കുന്ന പ്രക്രിയ വരുന്നതാണ് പ്രൈമറിക്കകത്ത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് സെക്കൻഡറിയിൽ വരുന്നത്. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി includes various mechanisms to prevent the antigen from entering the body. These are generally called as primary level. അപ്പോൾ പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വരും. ഒന്ന്, നമ്മുടെ കണ്ണീരിലും അതുപോലെ തന്നെ നമ്മുടെ സലൈവയിലുമുള്ള ലൈസോസൈം ഒരു മൈക്രോ ഓർഗാനിസത്തിന് തടയുന്ന ഒന്നാണെന്നറിയാം. ഇയർ വാക്സും സെബവും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മൂക്കിൽ അതുപോലെ മ്യൂക്കസ് മെമ്പറൈൻ അല്ലേ ഉണ്ടാക്കുന്ന മ്യൂക്കസ്, നമ്മുടെ മൂക്കിലുള്ള ആ മ്യൂക്കസ്, ട്രക്കിയിലുള്ള സീലിയ, നമ്മുടെ സ്കിന്നിലുള്ള സ്വെറ്റും സെബവും, സ്റ്റൊമക്കിലുള്ള HCl, ഇൻഡസ്റ്റൈനുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ജെനിറ്റൽ ഓർഗൻസിലുള്ള മ്യൂക്കസ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ കാണുന്ന യൂസ്ഫുൾ ബാക്ടീരിയാസും ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി ലെവലിൽ വരുന്നത്. അപ്പോൾ ഇവരുടെ ജോലി എന്താണ്? ശരീരത്തിനകത്തോട്ട് പാത്തോജനുകൾ വരാതെ കാക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അപ്പോൾ ഏതൊക്കെ വരും? നമ്മുടെ കണ്ണീരിലും അതുപോലെ തന്നെ സലൈവയിലുള്ള ലൈസോസോം അല്ലെങ്കിൽ ലൈസോസൈം നമ്മുടെ സെല്ല് പഠിപ്പിക്കുന്ന ഓർമ്മ ലൈസോസോം എന്ന് വരുന്നത്. ലൈസോസൈം, ഇയറിലുള്ള വാക്സ്,
ട്രക്കിയിലുള്ള സീലിയ, സ്റ്റൊമക്കിലുള്ള HCl, സ്കിന്നിനകത്തുള്ള സീബവും അതുപോലെ സ്വെറ്റും, പിന്നെ ഈ പറയുന്ന ജെനിറ്റൽ ഓർഗൻസിനകത്തൊക്കെ കാണുന്ന മ്യൂക്കസും, ഇൻഡസ്ട്രിനിൽ കാണുന്ന യൂസ്ഫുൾ ബാക്ടീരിയാസും ഏതിനകത്ത് വരും? പ്രൈമറി വരും. അപ്പോൾ തന്നിട്ട് അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് എഴുതാൻ ചോദിക്കും, പഠിച്ചു വയ്ക്കണം. അപ്പോൾ അടുത്ത് പ്രൈമറി വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന എന്തുവാണ്? നമ്മുടെ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയാണ്. സെക്കൻഡറി ലെവലിൽ ഇപ്പോൾ എന്താ വരുന്നത്? ഓർഗാനിസം എൻ്റർ ചെയ്ത് കഴിഞ്ഞു, പാത്തോജൻസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. സോ ഇഫ് ദ പാത്തോജൻ ബൈപ്പാസ് ദ പ്രൈമറി ലെവലിനെ ഭേദിച്ച് അകത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ദാറ്റ് ഡിസ്ട്രോയ് അല്ലെങ്കിൽ ദാറ്റ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് ദം. അപ്പോൾ പാത്തോജൻസ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രൈമറി ലെവലിനെ ഭേദിച്ച് കടന്നു കഴിഞ്ഞാൽ ആ കടന്ന ആളെ നശിപ്പിക്കുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി നമുക്ക് തരുന്നത് ആരാണ്? നമ്മുടെ WBC ആണ് പ്രധാനമായിട്ടും തരുന്നത്. അപ്പോൾ WBCക്കാണ് സെക്കൻഡറി ഇമ്മ്യൂണിറ്റിയുടെ ജോലി. അപ്പോൾ WBCയിൽ ആരൊക്കെ വരും? ഇവർ മാത്രമല്ല, വേറൊരാളും കൂടെ ഉണ്ട്. എന്നാൽ ആദ്യത്തെ ആൾക്കാരെ നോക്കാം. ന്യൂട്രോഫിൽ, ഇസിനോഫിൽ, മോണോസൈറ്റ്, ബാസോഫിൽ, പിന്നെ വരുന്ന WBC ലിംഫോസൈറ്റും ഉണ്ട്, അത് പിന്നീട് വരും. അപ്പോൾ ന്യൂട്രോഫിലിൻ്റെ ജോലി എന്താണ്? വരുന്ന പാത്തോജനുകളെ എൻഗൾഫ് ചെയ്യുക. വരുന്ന പാത്തോജൻസിനെ എന്ത് ചെയ്യാം? എൻഗൾഫ് ചെയ്യുക. എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ദ ബാക്ടീരിയ. മാത്രമല്ല കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇസിനോഫിൽ എന്ന് പറയുമ്പോൾ അലർജി എന്നങ്ങ് ആലോചിച്ചാൽ മതി. ഇസിനോഫിൽ അലർജി കൺട്രോൾ ചെയ്യുന്നതാണ്. മോണോസൈറ്റ് എൻഗൾഫ് ചെയ്യും. ആരെ? പാത്തോജനെ എൻഗൾഫ് ചെയ്യും, ഡെഡ് സെല്ലുകളെ എൻഗൾഫ് ചെയ്യും. ഓക്കെ, ഡെഡ് സെല്ലുകളെയും ബാക്ടീരിയകളെയും എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കുന്നതാണ് മോണോസൈറ്റിൻ്റെ ജോലി. കുറച്ച് ക്ലീനിങ് കൂടെ വരും. ബാസോഫിലിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട ആൾക്കാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒന്ന് ഹെപ്പാരിനും ഒന്ന് ഹിസ്റ്റാമിനും. അപ്പോൾ ബാസോഫിൽ ആരെയൊക്കെ ഉൽപ്പാദിപ്പിക്കും? ഹെപ്പാരിനെയും ഉൽപ്പാദിപ്പിക്കും, ഹിസ്റ്റാമിനെയും ഉൽപ്പാദിപ്പിക്കും. ഹെപ്പാരിൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ് പ്രിവെൻറ്റ് ചെയ്യും. ഹിസ്റ്റാമിൻ എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഓക്കെ, ഹിസ്റ്റാമിൻ വിച്ച് കോസസ് ഇൻഫ്ലമേഷൻ ഇൻ കേസസ് ഓഫ് അലർജി, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇതിൻ്റെ വർക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നും കൂടെ, സെക്കൻഡറി ലെവൽ ഡിഫെൻസിൽ WBC ആണ് വരുന്നത്. അകത്ത് എത്തിക്കഴിഞ്ഞ ഈ പറയുന്ന പാത്തോജനുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ് ജോലി. അതിൽ 4 പേരുണ്ട്. ന്യൂട്രോഫില്, ഇസിനോഫില്, മോണോസൈറ്റ്, ബാസോഫില്. അപ്പോൾ നമ്മുടെ ന്യൂട്രോഫിലാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ആളെ എൻഗൾഫ് ചെയ്യും. മോണോസൈറ്റ് ആണെങ്കിലോ എൻഗൾഫ് ചെയ്യും. ആരെ? ബാക്ടീരിയ എൻഗൾഫ് ചെയ്യും. അതുപോലെ തന്നെ ആരെയാണ്? ഡെഡ് സെല്ലുകളെ എൻഗൾഫ് ചെയ്യും എന്ന് ഓർത്ത് വെച്ചാൽ മതി. എസിനോഫിലാവുമ്പോഴത്തേക്കും അലർജി. ബാസോഫിൽ ഹെപ്പാരിനെയും ഹിസ്റ്റാമിനെയും ഉണ്ടാക്കും. ഹെപ്പാരിൻ രക്തക്ലോട്ടിങ്ങിനെ തടഞ്ഞ് രക്തഫ്ലോ നല്ല സ്ട്രോങ് ആക്കും. ഹിസ്റ്റാമിനാണെങ്കിൽ എന്ത് പറ്റും? ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി വെസൽസിനെയൊക്കെ വലുതാക്കും, കൂടുതൽ രക്തം അങ്ങോട്ട് എത്തും. സെറ്റാണ്. ഓക്കെ, ഇതിനാണ് നമ്മൾ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്, കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസാണ് നോക്കാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് ഈ പറയുന്ന സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസങ്ങൾ അല്ലെങ്കിൽ ഈ പാത്തോജനുകളെ തടയുന്നത്. അപ്പോൾ അതിന് കുറച്ച് പ്രോട്ടോകോൾ ഉണ്ടല്ലോ, അതിലൊരു യുദ്ധം വരുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ശരീരം യുദ്ധം ചെയ്യുന്നത് എന്തൊക്കെ മാർഗത്തിലൂടെയാണ്? ഒന്നാമത്തെ മാർഗം ഫാഗോസൈറ്റോസിസ്. എന്താണ് ഫാഗോസൈറ്റോസിസ്? ശരീരത്തിലേക്ക് കടന്നു വന്ന ഈ പറയുന്ന ക്ഷണിക്കാത്ത അതിഥിയായിട്ടുള്ള പാത്തോജനുകളെ വിഴുങ്ങി ഇല്ലാതാക്കി പുറത്ത് കളയുന്ന പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ്. അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് വിളിക്കും. ആരൊക്കെ ആയിരിക്കും? ന്യൂട്രോഫിലും മോണോസൈറ്റും ആയിരിക്കും പ്രധാനപ്പെട്ട ഫാഗോസൈറ്റിൽ വരുന്നത് അല്ലേ? നമ്മുടെ ന്യൂട്രോഫിലും അതുപോലെ തന്നെ മോണോസൈറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു വിഴുങ്ങുന്ന ആൾക്കാർ. അപ്പോൾ എന്താ സംഭവം? പാത്തോജൻ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ WBCയിലെ മോണോസൈറ്റ് ന്യൂട്രോഫിലും അതിനെ എൻഗൾഫ് ചെയ്യും. അങ്ങനെ എൻഗൾഫ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഫാഗോസോം എന്ന് വിളിക്കും. കാരണം ഇവിടെ ഫാഗോസൈറ്റ് എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ അവർ ഫോം ചെയ്ത് ഈ പറയുന്ന ആളെ വിഴുങ്ങിയിരിക്കുന്ന അവസ്ഥ ഫാഗോസോം. പക്ഷേ ഈ പറയുന്ന കെമിക്കൽസ് കൊണ്ട് മാത്രം ചിലപ്പോൾ ഈ പറയുന്ന പാത്തോജനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് സഹായത്തിന് ആരെ വിളിക്കും? സഹായത്തിനായിട്ട് ലൈസോസോമിനെ വിളിക്കും. അപ്പോൾ ലൈസോസോമും ഫാഗോസോമും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നത് ഫാഗോലൈസോസോം. ഈ പറയുന്ന ലൈസോസോം നിങ്ങൾക്കറിയാം എന്ത് പറ്റും? ഈ അകത്തുള്ള ആളെ നശിപ്പിച്ച് കഷ്ണങ്ങളാക്കി മാറ്റും, അതിനെ പുറത്തേക്ക് കളയും. അങ്ങനെ നമ്മുടെ സെല്ല് സെറ്റാവും. ഇതാണ് അപ്പോൾ മെയിനായിട്ട് അവിടെ നടക്കുന്ന പരിപാടി. ഇത് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ നടക്കും. അപ്പോൾ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസിൽ എന്ത് വരും? ഫാഗോസൈറ്റോസിസിൽ ഫാഗോസോമുകൾ പാത്തോജനുകളെ എൻഗൾഫ് ചെയ്യുന്നു, സഹായത്തിനായിട്ട് ലൈസോസോമിനെ വിളിക്കുന്നു, നശിപ്പിക്കുന്നു, പുറത്ത് കളയുന്നു. ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് ഇതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ ഫാഗോസൈറ്റോസിസിൽ എന്താണ്? പാത്തോജനുകളെ ഫാഗോസൈറ്റുകൾ എൻഗൾഫ് ചെയ്ത് ഫാഗോസോമാക്കി മാറ്റും. ഫാഗോസോമും ലൈസോസോമും കൂടി ചേർന്ന് ഫാഗോലൈസോസോം. ഈ ലൈസോസോം ഇതിനെ ഇല്ലാതാക്കി പുറത്ത് കളയും. ഒന്നാമത്തെ ആക്ടിവിറ്റി.
രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ. അപ്പോൾ ഒരുപാട് ഈ പറയുന്ന പാത്തോജനുകൾ ശരീരത്തിൽ കയറി എന്നിരിക്കട്ടെ, അപ്പോൾ ഒരുപാട് ഫാഗോസൈറ്റുകൾ അവിടെ ആവശ്യമല്ലേ. ഫാഗോസൈറ്റ് എവിടെയായിരിക്കുന്നത്? രക്തത്തിലായിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടുള്ള രക്തത്തിൻ്റെ ഫ്ലോ കൂടണ്ടേ. അപ്പോൾ അവിടുത്തെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? കൂടുതൽ രക്തം അങ്ങോട്ട് എത്തും. അല്ല, ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ രക്തക്കുഴലുകൾ വലുതാകും, കൂടുതൽ രക്തം അങ്ങോട്ട് എത്തും, കൂടുതൽ ഫാഗോസൈറ്റോസിസ് നടക്കും. സോ ദ പ്രോസസ് ബൈ വിച്ച് blood flow increases to the injured or the bruised area to bring white blood cells to the fight an infection is called inflammatory response എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള വഴി ഒരുക്കണം, അല്ല, ഇവർ കൂടുതൽ പാത്തോജൻസ് വന്നാൽ കൂടുതൽ ആൾക്കാർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ രക്തക്കുഴൽ വലുതാകണം. അപ്പോൾ വലുതാകുന്നതാണ് പരിപാടി. അപ്പോൾ എങ്ങനെയാണ് വലുതാവുന്നത്? നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചു അല്ലേ. ഈ പറയുന്ന രക്തക്കുഴലുകൾ വലുതാക്കുന്നത് ഇൻഫ്ലമേഷൻ എന്നാണ് പറയുന്നത്. അത് നടത്തുന്ന ആരാണ്? ഹിസ്റ്റാമിനുകളാണ് അല്ലേ. ദ ഇൻജേർഡ് പാർട്ട് വിൽ റിലീസ് ഹിസ്റ്റാമിൻ. ഈ ഹിസ്റ്റാമിനാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത്. എന്ത് പറ്റും? ബ്ലഡ് വെസലുകൾ ഡൈലേറ്റ് ചെയ്യും. അങ്ങനെ ഇങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. കൂടുതൽ മോണോസൈറ്റുകൾ, ന്യൂട്രോഫിലുകൾ ഇങ്ങോട്ട് എത്തും. അവർ കൂടുതലായിട്ട് എൻഗൾഫ് ചെയ്യും, പരിപാടി തീർക്കും. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു പരിപാടിയുടെ പേരാണ് ഫീവർ അഥവാ പനി. അതായത് ഫാഗോസൈറ്റോസിസ് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അവിടുത്തെ ഒരു ഒപ്റ്റിമം ഹൈ ടെമ്പറേച്ചർ ഉള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം ഈ തണുപ്പിൽ മൈക്രോ ഓർഗാനിസത്തിന് പെറ്റുപെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറില്ലേ, പനി വരുമ്പോഴൊക്കെ തണുത്ത സാധനങ്ങൾ ഒഴിവാക്കണമെന്ന്. അപ്പോൾ തണുപ്പ് ശരീരത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണ് കുഴപ്പമാകുന്നതെന്ന് വെച്ചാൽ, തണുപ്പിൽ ഈ പറയുന്ന നമ്മുടെ നമ്മുടെ പാത്തോജനുകൾക്ക് പെരുകാൻ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനൊരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുക. അതെന്താണ്? ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാതാക്കണം, അത് ഉണ്ടാക്കരുത്. അപ്പോൾ തണുപ്പാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ചൂടാക്കും. അപ്പോൾ ഈ പ്രോസസ്സാണ് ഫീവർ എന്ന് പറയുന്നത്. അപ്പോൾ പിടികിട്ടിയല്ലോ, സെല്ലുകൾ പാത്തോജനുകൾ നശിപ്പിക്കുന്നത് ഫാഗോസൈറ്റോസിസ്, അതിനുവേണ്ടി കൂടുതൽ രക്തത്തിനെ കൊണ്ടുവരുന്നത് ഇൻഫ്ലമേഷൻ റെസ്പോൺസ്. ഇനി അതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നത് ഫീവർ. അപ്പോൾ എന്താണ്? ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നോർമൽ ലെവലായ 37 ഡിഗ്രിക്ക് മുകളിൽ പോവുക, അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ പോകുന്ന അവസ്ഥയാണ് ഫീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഫീവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വന്നാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, നമുക്കൊരു മുറിവ് വന്നാലും പനി വരും, നമുക്കല്ലാതെ ഈ പറയുന്ന ജലദോഷം കൂടിയിട്ടും പനി വരും അല്ലേ. നമുക്ക് പല അസുഖങ്ങൾക്കും പനി എന്ന് പറയുന്നത് ഒരു കോമൺ സിംറ്റമാണ്. ഇതാണ് അതിൻ്റെ കാരണം. ശരീരത്തിൽ ഏതെങ്കിലും ഇൻഫെക്ഷൻ വന്നാലോ ഇൻഫ്ലമേഷൻ വന്നാലോ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേക കെമിക്കലിനെ റിലീസ് ചെയ്യും. അവൻ്റെ പേരാണ് പൈറോജൻ. അപ്പോൾ പൈറോജൻ നമ്മുടെ ബ്രെയിനിലോട്ട് ചെല്ലും, എന്നിട്ട് പറയും പ്രശ്നമാണ്, എന്ത് ചെയ്യണം? ശരീരത്തിന് ടെമ്പറേച്ചർ കൂട്ടണം. അത്രേ പൈറോജൻ്റെ ജോലിയുള്ളൂ. ഇത് കണ്ടപാടെ ബ്രെയിൻ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിന് ടെമ്പറേച്ചർ കൂട്ടും. ശരീരത്തിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണോ വന്ന പാത്തോജൻ അതിനെ നശിപ്പിക്കുന്ന ഫാഗോസൈറ്റോസിസിൻ്റെ റേറ്റ് കൂടും. കൂടുതൽ ആൾക്കാർ എൻഗൾഫ് ചെയ്താൽ മാത്രമല്ല ഇവരുടെ മൾട്ടിപ്ലിക്കേഷൻ കുറയ്ക്കാനും പറ്റും. അങ്ങനെ നമ്മുടെ അസുഖം പെട്ടെന്ന് മാറും, അല്ലെങ്കിൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ആക്ടിവിറ്റീസ് ഓഫ് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഫാഗോസൈറ്റോസിസ് എന്ന് വെച്ചാൽ അറിയാം, പാത്തോജൻ വരുന്നു, ഫാഗോസൈറ്റ് വരുന്നു, ഫാഗോസോം ആകുന്നു, ഫാഗോലൈസോസോം ആകുന്നു, പുറത്ത് കളയുന്നു. ഹിസ്റ്റാമിൻ ഈ സ്ഥലത്തോട്ട് രക്തഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് ഹിസ്റ്റാമിൻ വരും. ഹിസ്റ്റാമിൻ രക്തക്കുഴൽ വലുതാക്കും, കൂടുതൽ രക്തം വരും, നടക്കും. ഇതിനുള്ള സിറ്റുവേഷൻ ഒരുക്കുന്നതാണ് പനി എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന പരിപാടിയാണെന്ത്? ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പരിപാടിയാണ് ബ്ലഡ് ക്ലോട്ടിങ് അല്ലേ. പുറത്തുനിന്ന് ആൾ വരുന്ന മാത്രമല്ല, മുറിവും സംഭവിച്ചു. അതുവഴി രക്തം പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. നമ്മുടെ പോരാളികളാണ് രക്തത്തിനകത്തുള്ളത്, അവർ പോയാൽ കാര്യം നടക്കൂ? ഇല്ല. അപ്പോൾ രക്തം മുറിവിലൂടെ പുറത്തു പോകാതിരിക്കുന്ന പ്രോസസ്സാണ് ക്ലോട്ടിങ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയാം. പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ആസ് വെൽ ആസ് ടു ബ്ലോക്ക് ദ എൻട്രി ഓഫ് പാത്തോജൻ. അപ്പോൾ രണ്ട് കാര്യം അല്ലേ, ബ്ലോക്കും ചെയ്യണം, പുറത്ത് നിന്ന് അല്ലെ ഒരു മുറിവ് തുറന്ന് കിടക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തുനിന്ന് ഒരുപാട് അണുക്കൾ ഇങ്ങനെ വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. കാരണം സ്കിൻ അവിടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടാകുമ്പോൾ അവിടെയുള്ള പ്ലേറ്റ്ലെറ്റും അതുപോലെ തന്നെ അവിടെ ഡാമേജ് സംഭവിച്ച ടിഷ്യൂവും കൂടെ ത്രോംബോപ്ലാസ്റ്റിനെ ഇറക്കും. ആരെ ഇറക്കും? ത്രോംബോപ്ലാസ്റ്റിനെ ഇറക്കും. ത്രോംബോപ്ലാസ്റ്റിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോട്ടീനുണ്ട്, ആ പ്രോട്ടീൻ്റെ പേരാണ് പ്രോത്രോംബിൻ. ഇതിനെ എന്താക്കി മാറ്റും? ത്രോംബിനാക്കി മാറ്റും. ഈ ത്രോംബിൻ എന്ത് പറ്റും? ഫൈബ്രിനാക്കി മാറ്റും. ഈ ഫൈബ്രിനാണ് ഇവിടെ വന്ന് ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു മെഷ് പോലെ പ്രവർത്തിച്ചിട്ട് ആ മെഷിൽ എന്ത് പറ്റും? രക്തത്തിൻ്റെ ഈ പറയുന്ന പാർട്ടിക്കിൾസ് പറ്റിപ്പിടിച്ചിരുന്ന് അത് പെട്ടെന്ന് ഉണങ്ങി ആ സ്ഥലം എന്ത് ചെയ്യും? അടയും. ഇതാണ് സംഭവം. അപ്പോൾ ഒന്നുകൂടെ, മുറിവ് സംഭവിച്ചാൽ അവിടെയുള്ള പ്ലേറ്റ്ലെറ്റുകൾ, രക്തത്തിനകത്തുള്ളതാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് അറിഞ്ഞിടാത്തവരൊന്നുമല്ലല്ലോ നിങ്ങൾ, പ്ലേറ്റ്ലെറ്റും ഡാമേജ് ടിഷ്യൂവും എന്ത് പറ്റും? ത്രോംബോപ്ലാസ്റ്റിനെ പുറപ്പെടുവിക്കും. ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിനെ ത്രോംബിനാക്കും, ത്രോംബിൻ
ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കും. അതൊന്ന് എഴുതി വെച്ച് തന്നെ പഠിച്ചോളാം, മാറിപ്പോകരുത്. അപ്പോഴത്തേക്ക് അവിടെ എന്ത് പറ്റും? മുറിവടയും, ഒരു മെഷ് ഉണ്ടാകും, മെഷിൽ ഈ പാർട്ടിക്കിൾസ് വന്ന് അടയും, മുറിവുണങ്ങും, സെറ്റ്. ഇതാണ് ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്. തീർന്നു. നമ്മുടെ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയുടെ ആക്ടിവിറ്റീസ് ഒക്കെ തീർന്നു. അങ്ങനെയാണ് നമ്മുടെ ഊണ്ട് ഹീൽ ചെയ്യുന്നത്. ഇനി നമുക്കറിയാലോ, മുറിവ് ഉണങ്ങി കഴിയുമ്പോൾ അവിടെ സ്കാർ ഉണ്ടാവും അല്ലെ, തഴമ്പുണ്ടാവും. എന്തുകൊണ്ടാണ്? കാരണം ഈ മുറിവ് ഉണക്കാൻ നേരത്ത് അവിടെ വന്ന് ഫില്ലാകുന്നത് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂകളാണ്. അപ്പോൾ ഈ കണക്റ്റീവ് ടിഷ്യൂവിന് നമ്മുടെ ആദ്യം ഉണ്ടാകുന്ന ടിഷ്യൂവിൻ്റെ അത്രയും ഒരു പെർഫെക്ഷൻ വരാത്തതുകൊണ്ടാണ് നമ്മൾ സ്കാർ കാണും. ഇനി ഇവിടുന്ന് വരാൻ ചാൻസ് ഉള്ള നല്ലൊരു ചോദ്യമാണ് നമ്മുടെ ഈ പറയുന്ന നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ. നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലെ സെക്കൻഡറി ലെവൽ ഡിഫെൻസ് നോക്കിയാൽ നമുക്കറിയാം, അവിടെ ഇന്ന ആൾക്ക് ഇന്ന പ്രതിവിധി എന്നൊന്നുമില്ല. എവിടെ ഏതൊരു പാത്തോജൻ വന്നാലും ഫാഗോസൈറ്റോസിസ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഏത് രോഗമാണ് വന്നാലും ഒറ്റ പരിപാടി. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കും? നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. അപ്പോൾ ഇമ്മ്യൂണിറ്റിയിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ പ്രൈമറി ലെവൽ ഡിഫെൻസും ഉണ്ട്, സെക്കൻഡറി ലെവൽ ഡിഫെൻസും ഉണ്ട്. ഈ പ്രൈമറിയും സെക്കൻഡറിയും എതിരാളി ആരെന്ന് നോക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിനെ എന്ത് വിളിക്കാം? നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത് വരുന്ന ഏതാണ്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി. നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്ന ഇമ്മ്യൂണിറ്റി. എവിടെ നിന്ന് അക്വയർ ചെയ്തെടുക്കുന്നു? നമ്മൾ ജനിച്ചതിന് ശേഷം കിട്ടും. അപ്പോൾ ദ ഇമ്മ്യൂണിറ്റി ദാറ്റ് ഡെവലപ്പ് ആഫ്റ്റർ ദ ബർത്ത് ഈസ് കോൾഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ചു കഴിഞ്ഞു, നമ്മൾ പുതിയ പുതിയ ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും പഠിക്കുകയാണ്. അപ്പോൾ ഓരോ അനുഭവങ്ങളിൽ നിന്നും പഠിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്പോണ്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മളതിനെ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇവിടെ പാത്തോജനുകളെ തിരിച്ചറിഞ്ഞ് അവരാരെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അവർക്കെതിരെ പ്രതിവിധി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ഇമ്മ്യൂണിറ്റി ദാറ്റ് ഡെവലപ്പ് ആഫ്റ്റർ ബർത്ത് ഈസ് കോൾഡ് എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ദിസ് ഇമ്മ്യൂൺ മെക്കാനിസം സ്പെസിഫിക്കലി റെക്കഗ്നൈസസ് ആൻഡ് ഡിഫെൻഡ് ദ ആൻറ്റിജൻസ്. ആൻറ്റിജനുകളെ റെക്കഗ്നൈസ് ചെയ്യുകയും എന്നിട്ട് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യും, മനസ്സിലാക്കിയിട്ട് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അവരെ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. അപ്പോൾ പ്രൈമറി ലെവലും സെക്കൻഡറി ലെവലും ഏത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് നോൺ സ്പെസിഫിക്, അക്വയർഡ് ഇമ്മ്യൂണിറ്റിയാണ് സ്പെസിഫിക്. അപ്പോൾ ഈ അക്വയർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് തരുന്നതും WBCയിലെ തന്നെ ആരാണ്? ലിംഫോസൈറ്റുകളാണ്. WBC തന്നെ ഇവർ വരുന്നത് ലിംഫോസൈറ്റുകളാണ്. ലിംഫോസൈറ്റ് രണ്ടെണ്ണമാണ് ഉള്ളത്, T ലിംഫോസൈറ്റും B ലിംഫോസൈറ്റും. എന്താണ് T ലിംഫോസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ ബോൺ മാരോയിലാണ്, നമ്മുടെ മജ്ജ എന്ന് പറയുന്ന എല്ലിനകത്തിരിക്കുന്ന സാധനമല്ലേ. നിങ്ങൾ ഈ ആട്ടിൻ്റെ കാൽ ബിരിയാണി, പോത്തും കാൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് കാണത്തില്ലേ? അതിലവന്മാർ ഈ പോത്തിൻ്റെ കാൽ ഇടിച്ചിടിച്ചിടിച്ച് അകത്തുനിന്നൊരു സാധനം വന്ന് വീഴത്തില്ല, എല്ലിനകത്തുനിന്ന് മജ്ജ, ബോൺ മാരോ, ഇതാണ് സാധനം. ലിംഫോസൈറ്റുകൾ ഉണ്ടാകുന്ന ബോൺ മാരോയിലാണ്. എന്നാൽ ചില ലിംഫോസൈറ്റ് ബോൺ മാരോയിൽ ഉണ്ടായിട്ട് അവിടെ തന്നെ എന്ത് പറ്റും? വളർന്ന് പന്തലിച്ച് അങ്ങ് പോകും. അവരാണ് ബോൺ മാരോയിൽ ഉണ്ടാകുന്ന ലിംഫോസൈറ്റ്. അപ്പോൾ ബോൺ മാരോയിലുള്ളതുകൊണ്ട് B ലിംഫോസൈറ്റ് എന്ന് പറയും. അപ്പോൾ T ലിംഫോസൈറ്റ് കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതല്ലേ? ബോൺ മാരോയിലുണ്ടായിട്ട് നേരെ എങ്ങോട്ട് പോകും? തൈമസ് ഗ്ലാൻഡിൽ പോകും. ലെസ്റ്റഗാണത്തിൻ്റെ പിറകിലുള്ള തൈമസ് ഗ്ലാൻഡിൽ പോയിട്ട് തൈമസ് ഗ്ലാൻഡിൽ വെച്ചിട്ട് മെച്യൂരിറ്റി അച്ചീവ് ചെയ്യുന്നവരാണ് T ലിംഫോസൈറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. B ലിംഫോസൈറ്റ് ബോൺ മാരോയിലുണ്ടായി അവിടെ തന്നെ വളരുന്നു. T ലിംഫോസൈറ്റ് തിരിച്ച്. ഇനി ജോലിയിലാണ് വ്യത്യാസം. നമ്മുടെ ശരീരത്തിൽ പുറത്തുനിന്ന് വരുന്നവർ നമ്മൾ എന്ത് വിളിക്കും? ആൻറ്റിജൻ. അപ്പോൾ ഇവർക്കെതിരെ നമ്മൾ ഇപ്പോൾ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ, ഫാഗോസൈറ്റോസിസ്, ഇൻഫ്ലമേഷൻ റെസ്പോൺസ്, ഫീവർ. അതല്ല, ഈ പറയുന്ന ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് അവനെതിരെ നമ്മൾ ഇറക്കുന്ന നമ്മുടെ സോൾജേഴ്സ്, നമ്മുടെ പട്ടാളക്കാരുണ്ട്, അവരെ വിളിക്കുന്ന പേരാണ് ആൻറ്റിബോഡീസ്. എന്താണ്? ആൻറ്റിബോഡീസ്. ഈ ആൻറ്റിബോഡിയെ ഉൽപ്പാദിപ്പിക്കുന്നത് B ലിംഫോസൈറ്റുകളാണ്. ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? B ലിംഫോസൈറ്റാണ്. അപ്പോൾ ബോൺ മാരോയിൽ തന്നെ ജനിച്ച് അവിടെ തന്നെ വളരുന്ന B ലിംഫോസൈറ്റുകളാണ് നമ്മുടെ ആൻറ്റിബോഡികളെ, അല്ലേ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിമ്മന്മാർ വരുന്നവരെ ബോഡി ഗാർഡ് എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന ഈ പറയുന്ന വില്ലന്മാരെ നശിപ്പിക്കാൻ വിടുന്നവർ ആൻറ്റിബോഡി, ആൻറ്റിജനെ നശിപ്പിക്കാൻ വിടുന്നത് ആൻറ്റിബോഡി. അപ്പോൾ ഈ പറയുന്ന ബോൺ മാരോയിൽ തന്നെ വളർന്ന് ബോൺ മാരോയിൽ തന്നെ ജനിച്ച് പോകുന്നവരാണ് B ലിംഫോസൈറ്റ്. ഇവർ ജോലി ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ പിന്നെ T ലിംഫോസൈറ്റോ? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. വളരുന്നത് തൈമസിലാണ്. ക്യാൻസർ സെല്ലുകളെയും ഇൻഫെക്റ്റ് സെല്ലുകളെയും ഡിസ്ട്രോയ് ചെയ്യലാണ് അവരുടെ ജോലി. അപ്പോൾ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കൽ B ലിംഫോസൈറ്റ്. ഓർത്ത് വയ്ക്കാമല്ലോ, B ലിംഫോസൈറ്റ്, ആൻറ്റിബോഡി രണ്ടും B. T ലിംഫോസൈറ്റ് ആണെങ്കിൽ തൈമസിൽ പോകും. അപ്പോൾ അത് T കിട്ടി. അതെന്ത് പറ്റും? അത് ക്യാൻസർ സെല്ലുകളെയും ഇൻഫെക്റ്റ് സെല്ലുകളെയും ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇനി അക്വയർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് നാച്ചുറലിയും കിട്ടും. അതായത് നമ്മൾ പുറത്തെ എൻവയോൺമെൻറ്റിൽ ഇറങ്ങുന്നു,
പുറത്തുള്ള ഏതെങ്കിലും മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ വരുന്നു, അതിനെ നമ്മുടെ ബോഡി കണ്ടെത്തി നശിപ്പിക്കുന്നു. ഇനി നമുക്കത് ആർട്ടിഫിഷ്യലി നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയെ പറ്റിയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോഴാണ് നമ്മൾ എഡ്വേർഡ് ജെന്നറിനെ പറ്റി ഓർക്കേണ്ട അല്ലേ. ആദ്യമായിട്ട് നമുക്ക് വാക്സിൻ കണ്ടെത്തിയ വ്യക്തിയാണ് എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയേ ഉള്ളൂ സംഭവം. അന്ന് കാലത്തുണ്ടായത് ഡിഫ്തീരിയ, അതുപോലെ നമ്മുടെ ടെറ്റൻസ് പോലെയുള്ള രോഗങ്ങൾ ശരീരത്തിൽ വന്നിട്ട് പിന്നെ നമ്മുടെ ബോഡി അത് കണ്ടെത്തി ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിച്ച് ഇതിനെ നശിപ്പിച്ചു വരുന്ന സമയം കൊണ്ട് ഈ പറയുന്ന ആൻറ്റിജൻ പെരുകി ശരീരത്തിന് മൊത്തത്തിൽ നശിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് അത് വന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. അപ്പോൾ മനുഷ്യൻ മരിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കലി എന്ന് പറയത്തില്ല, ആർട്ടിഫിഷ്യലി നമ്മൾ എന്ത് പറ്റും, ഇവരെ നമ്മുടെ ശരീരത്തിലേക്ക് ചെറിയൊരളവിൽ കടത്തിവിടും. ചെറിയൊരളവിൽ കടത്തിവിടുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്ത് ഇവർക്കെതിരെയുള്ള ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കയ്യിൽ വച്ചേക്കും. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഇവർ വലിയൊരളവിൽ വന്നാൽ തന്നെ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടഞ്ഞു നിർത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ ശരീരത്തിലോട്ട് കടത്തിവിടുന്ന നിർവീര്യമാക്കപ്പെടുന്ന ഈ പറയുന്ന രോഗകാരികൾ അല്ലെങ്കിൽ ആൻറ്റിജനുകളെയാണ് നമ്മൾ വാക്സിൻ എന്ന് വിളിക്കുന്നത്. ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഇമ്മ്യൂണൈസേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കൺഫ്യൂഷനായോ? വേറൊന്നുമില്ല, നമ്മുടെ ശരീരത്തിലോട്ട് രോഗകാരികളെ നിർവീര്യമാക്കിയിട്ട് നമ്മൾ കടത്തിവിടും. അതിനെ വിളിക്കുന്ന പേര് വാക്സിൻ. അങ്ങനെ വാക്സിൻ എടുക്കുന്ന പ്രോസസ്സിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേര് ഇമ്മ്യൂണൈസേഷൻ. അപ്പോൾ അതുവഴി നമുക്ക് കിട്ടുന്ന പ്രതിരോധത്തിന് വിളിക്കുന്ന പേര് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് വാക്സിനകത്ത് വരുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പലതരത്തിൽ നമുക്ക് വാക്സിനുകളുണ്ട്. എന്തായാലും ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിലോട്ട് കടന്നാൽ ചെറിയ തോതിലേ ആ അസുഖം വരത്തുള്ളൂ. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മളിത് കൊടുക്കുന്നത്. എങ്ങനെയൊക്കെ? ഒന്നുകിൽ ന്യൂട്രലൈസ് ചെയ്ത പാത്തോജനെ കൊടുക്കും, എന്ന് വെച്ചാൽ നിർവീര്യമാക്കിയവനെ കൊടുക്കും. അല്ലെങ്കിൽ ചത്തുപോയ ഡെഡാക്കിയ പാത്തോജനുകളെ കൊടുക്കും. അല്ലെങ്കിൽ പാത്തോജൻ്റെ ഏതെങ്കിലും ബോഡി പാർട്ടിനെ കൊടുക്കും. അപ്പോൾ ഈ പാർട്ട് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ആൻറ്റിബോഡികൾ പ്രിപ്പയർ ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളാണ് MMR അല്ലെ, മംസ് മീസൽസ് റുബെല്ല എന്ന് പറയുന്ന രോഗത്തിൻ്റെ ന്യൂട്രലൈസ് ചെയ്യപ്പെട്ട പാത്തോജനുകൾ അഥവാ നിർവീര്യമാക്കിയ പാത്തോജനുകളെ കൊടുക്കും. അപ്പോൾ മീസൽസ്, മംസ്, റുബെല്ല അസുഖം വന്നാൽ എന്ത് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കണമെന്നുള്ളത് ശരീരം ഈ പറയുന്ന ന്യൂട്രലൈസ്ഡ് പാത്തോജൻസിനെ വെച്ച് തന്നെ പഠിച്ച് ആവശ്യമായിട്ടുള്ളവരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. സോ പിന്നീട് അറ്റാക്ക് വന്നാൽ മാറ്റും. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. OPV എന്ന് വെച്ചാൽ ഓറൽ പോളിയോ വാക്സിൻ. അപ്പോൾ ഓറൽ പോളിയോ വാക്സിൻ തുള്ളിമരുന്നായിട്ട് കൊടുക്കുന്നത് എന്താണ്, ഡെഡായിട്ടുള്ള പാത്തോജനുകളെയാണ്. പക്ഷേ ഡെഡായിട്ടുള്ള പാത്തോജനെ കിട്ടിയാലും മതി, ബോഡി എന്ത് ചെയ്യും, ആളെ പ്രിപ്പയർ ചെയ്ത് വെച്ചോളും ആൻറ്റിബോഡിയെ അല്ലേ. HPV എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ പാത്തോജനുകളുടെ പാർട്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്, എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന HPV വാക്സിനകത്ത് വരുന്നത് ക്യാൻസറിന് വേണ്ടി കൊടുക്കുന്നതാണ്. COVID-19 എന്തായിരിക്കും, ജനറ്റിക് മെറ്റീരിയലിനാണ് കൊടുക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ടാവും. ഇത് മൂന്നാമത്തെ ഒഴിച്ച് ആദ്യത്തെ ബാക്കി 3 നിങ്ങളെല്ലാവരും എടുത്തിട്ടുള്ളതായിരിക്കും. MMR കൊച്ചിൽ എടുക്കുന്നുണ്ട്, പോളിയോ എടുക്കുന്നുണ്ട്, കോവിഡ് വാക്സിനും നിങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം. ഇപ്പോൾ പലതരം വാക്സിൻ. അപ്പോൾ വാക്സിൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇറ്റ് മേ ബി ന്യൂട്രലൈസ്ഡ് ഡെഡ് പാർട്ട് ഓർ ജനറ്റിക് പാർട്ട് ഓഫ് എ പാത്തോജൻ ദാറ്റ് ഈസ് ഇൻജെക്റ്റഡ് ഓർ ഗിവൺ ടു ദ ബോഡി. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ബോഡി അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത് മെക്കാനിസം ഓഫ് വാക്സിനേഷൻ. ഇത്രയേ ഉള്ളൂ. വാക്സിൻസ് ആക്ട് ആസ് ആൻറ്റിജൻസ് അല്ലേ. വാക്സിൻ എന്ന് പറയുന്നത് നമ്മൾ മോക്ക് ഡ്രില്ലൊക്കെ ചെയ്യുന്ന പോലെയാണ് അല്ലേ. മോക്ക് ഡ്രില്ല് കണ്ടിട്ടുണ്ടാവുമല്ലോ. ആക്ച്വൽ സംഭവം നടന്നില്ല, നമ്മൾ അതുപോലെ വരുന്നു എന്ന് വിചാരിച്ച് അങ്ങ് പ്രവർത്തിക്കും. അതുപോലെ വാക്സിൻസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ പോകുമ്പോൾ നമ്മുടെ ശരീരം അതിനെ ആൻറ്റിജനായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിച്ച് അതിനെ നശിപ്പിച്ച് കഴിഞ്ഞാലും ഈ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ കുറേ കാലത്തേക്ക് നിൽക്കും. അപ്പോൾ ആ സമയത്ത് വീണ്ടും അസുഖം വന്നാൽ നമുക്കതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ സംഭവം. സെറ്റല്ലേ? തീർന്നു. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഭാഗം തീർന്നു. കൂടുതൽ ചോദ്യം ഇവിടുന്ന് വരാനാണ് സാധ്യത. ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇനി ഡിസീസുകളെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി പഠിച്ചു. ഇനി ഡിസീസ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹോമിയോസ്റ്റാസിസിന് എന്തെങ്കിലും മാറ്റം വരുന്നൊരവസ്ഥയാണ് നമ്മൾ ഡിസീസ് എന്ന് വിളിക്കുന്നത് അല്ലേ. മാൽ ഫങ്ഷൻ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ. ഇത് എന്തൊക്കെ കൊണ്ടുണ്ടാവാം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നേരെവണ്ണം പ്രവർത്തിക്കാത്തതുകൊണ്ടുണ്ടാവാം, ജനറ്റിക്കലി നമുക്ക് ജനിതകമായിട്ട് പാരൻസിൻ്റെ നിന്നൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയത് കൊണ്ടുണ്ടാകാം, നമ്മുടെ ജീവിത രീതികൾ കൊണ്ടുണ്ടാകാം, പാത്തോജൻസ് കൂടി സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാകാം. എന്തോ ആയിക്കോട്ടെ, എന്ത് പറ്റും, നമ്മുടെ ഹോമിയോസ്റ്റാസിസ് ഇല്ലാണ്ടായാൽ അതിനെയാണ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഡിസീസ് എത്ര തരത്തിലുണ്ട്? ഡിസീസിനെ പ്രധാനമായിട്ട് നമുക്ക് 2ആയിട്ട് തിരിക്കാം. അക്യൂർഡ് ഡിസീസ് എന്നും ഹെറിഡിറ്ററി ഡിസീസ് എന്നും. ടേം 2 പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഹെറിഡിറ്ററി വിട്ടേക്ക് അക്യൂർഡ് ശ്രദ്ധിച്ചാൽ മതി.
അക്വയർ ചെയ്ത ഡിസീസ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നീട് വരുന്ന അസുഖമാണ് അക്വയർ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെറിഡിറ്ററി ജന്മനാ തന്നെ കിട്ടുന്നതായിരിക്കും. അക്വയർ ഡിസീസിനെ രണ്ടായിട്ട് തിരിക്കാം. കമ്മ്യൂണിക്കബിൾ അല്ലെങ്കിൽ കണ്ടേജിയസ് ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇതൊക്കെയാണ് കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിളും. അപ്പോൾ എന്താണ് അക്വയർ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസീസ് വിച്ച് ഒക്കർ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് വൺസ് ലൈഫ് ആർ കാൾഡ് അക്വയർ ഡിസീസ്. നമുക്ക് നമ്മുടെ ജീവിത സമയത്ത് കിട്ടുന്നതാണ് എന്ത് അക്വയർ ഡിസീസ് എന്ന് പറയുന്നത്. പല കാരണങ്ങളും ഉണ്ടാവാം. നമ്മുടെ എൻവയോൺമെൻറ്റ് കൊണ്ടാകാം, പാത്തോജൻ കൊണ്ടാവാം, ലൈഫ് സ്റ്റൈൽ കൊണ്ടുമൊക്കെ ഈ പറയുന്ന അസുഖം നമുക്ക് വരാം. ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. കമ്മ്യൂണിക്കബിൾ എന്നും നോൺ കമ്മ്യൂണിക്കബിൾ എന്നും, പകരുന്നതും പകരാത്തതും. കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. പകരുന്ന രോഗങ്ങൾ നമുക്ക് എങ്ങനെ വരാം? പകരുന്ന രോഗങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് കൊണ്ടുതരുന്നത് മൈക്രോ ഓർഗാനിസങ്ങളാണ്. ആരൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, വേംസ്. ഇവരൊക്കെയാണ് മൈക്രോ ഓർഗാനിസത്തിൽ വരുന്നത്. ബാക്ടീരിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, പ്രോട്ടോസോവ പരത്തുന്ന രോഗങ്ങൾ, വേംസ് പരത്തുന്ന രോഗങ്ങൾ, ഇതെല്ലാം പഠിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നത്? പല രീതിയിൽ വരാം. ഡയറക്റ്റ് കോൺടാക്റ്റിലൂടെ വരാം, ഏതെങ്കിലും സർഫസിൽ നിന്ന് വരാം, നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന ആഹാരത്തിൽ നിന്ന് വരാം, മറ്റൊരാൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ വരാം, ഡ്രോപ്ലെറ്റ് ഓഫ് എയറിൽ നിന്ന് നമുക്ക് എയർബോൺ ഡിസീസായിട്ട് വരാം. പിന്നെ ഈ പറയുന്ന മൃഗങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? അസുഖങ്ങൾ വരാം. അപ്പോൾ അസുഖങ്ങളിൽ ആദ്യം പഠിക്കാൻ പോകുന്ന ബാക്ടീരിയൽ രോഗങ്ങൾ. ഇപ്പോൾ ബാക്ടീരിയ എന്ന് വെച്ചാൽ നമുക്കറിയാം, ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ട് അത് പെട്ടെന്ന് എന്ത് പറ്റും? ഇങ്ങനെ പെറ്റ് പെരുകും. അങ്ങനെ പെറ്റ് പെരുകി കഴിഞ്ഞിട്ട് പലതരം ടോക്സിൻ സബ്സ്റ്റൻസുകൾ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ പല എൻസൈംസിനെ റിലീസ് ചെയ്യും. ഇത് നമ്മുടെ സെല്ലുകളെ നശിപ്പിക്കുമ്പോഴാണ് രോഗം വരുന്നത്. 2 ബാക്ടീരിയൽ രോഗങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ട്യൂബർകുലോസിസും റാറ്റ് ഫീവറും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ട്യൂബർകുലോസിസ് മലയാളത്തിൽ ക്ഷയം എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എന്തൊക്കെ ഓർത്ത് വയ്ക്കാം? ക്ഷയം എന്ന് പറയുമ്പോൾ ചുമ. അപ്പോൾ ചുമയ്ക്കുന്നതിന് പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഭാഗം ലങ്സ്. പരത്തുന്ന രോഗകാരിയുടെ പേര് ട്യൂബർകുലോസിസ് ഉള്ളതുകൊണ്ട് തന്നെ പഠിച്ചു വയ്ക്കാൻ എളുപ്പമാണ്. ബാക്ടീരിയയാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. എന്താണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് പരത്തുന്നത്. എലിപ്പനിയുടെ ശാസ്ത്രീയ നാമമാണ് ലെപ്റ്റോസ്പൈറോസിസ്. സോ പരത്തുന്ന ആളുടെ പേര് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയം. അപ്പോൾ റാറ്റ് ഫീവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നി, ലിവർ, ലങ്സിനെയാണ്. ഇനി എങ്ങനെയാണ് കിട്ടുന്നത്? ട്യൂബർകുലോസിസ് നമുക്കറിയാമല്ലോ ലങ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ലങ്സിലോട്ട് നമ്മൾ എയറല്ലേ വലിച്ചു കയറ്റുന്നത്. അപ്പോൾ നമ്മൾ വലിച്ചു കയറ്റുന്ന എയറിൽ നിന്നും ചെറിയ ചെറിയ രോഗകാരികൾ നമ്മുടെ ഉള്ളിലോട്ട് എത്തിയിട്ടാണ് പകരുന്നത്. എലിപ്പനി നിങ്ങൾ വാർത്തയിൽ നിങ്ങൾ പോകുമ്പോൾ സ്കൂളിൻ്റെ സൈഡിലൊക്കെ നോട്ടീസിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ പറയുന്ന എലിയുടെ മൂത്രത്തിലുള്ള മൂത്രം വെള്ളത്തിലായിട്ട് അത് നമ്മുടെ ശരീരത്തിലോട്ട് മുറിവുകൾ വഴി കയറുമ്പോഴാണ് എലിപ്പനി ഉണ്ടാകും. ഇപ്പോൾ ട്യൂബർകുലോസിസ് അഫക്റ്റ് ചെയ്യുന്ന ലങ്സ്, എലിപ്പനിയാണെങ്കിൽ കിഡ്നി, റീനൽ ഫെയിലിയർ ആണ് സംഭവിക്കുന്നത്. സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമയല്ലേ. അപ്പോൾ ആദ്യം ചുമ, പനി, വിശപ്പില്ലായ്മ, വെയിറ്റ് കുറവ്, ക്ഷീണം, തളർച്ച ഒക്കെ നമുക്ക് വരും. ഓക്കെ, അടുത്ത് എലിപ്പനിയാകുമ്പോൾ പെട്ടെന്ന് പനി വരുന്നു, തലവേദന, മസിൽ പെയിൻ, കണ്ണ് ചുവക്കുന്നു, വോമിറ്റിംഗ്. ഇതിലൊക്കെ ഏതാണ്ട് പോയിൻ്റൊക്കെ നിങ്ങൾ അസുഖം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് ബാക്കി കൈന്നിട്ട് എഴുതാൻ പറ്റും. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ട്യൂബർകുലോസിസ് പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്ത് വഴിയാണ്? BCG വാക്സിനേഷൻ വഴിയാണ്. വാക്സിനേഷൻ വരാതിരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഡോട്ട്സ് ട്രീറ്റ്മെൻറ്റ്. ട്യൂബർകുലോസിസ് വരാതിരിക്കാൻ എടുക്കുന്നത് BCG വാക്സിൻ. എന്താണെന്ന് ഇപ്പോൾ പഠിച്ചല്ലോ. BCG എന്ന് വെച്ചാൽ എന്താണ്? ബാസിലസ് കാൽമിറ്റൻ ഗുറൈൻ എന്നാണ്. ഫുൾ ഫോം ഒന്നും പഠിക്കേണ്ട, BCG എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ BCG അല്ല, TBയുടേത് BCG ആണ്. വരാതിരിക്കാൻ വന്നാൽ ഡോട്ട്സ്. എലിപ്പനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബാക്ടീരിയ രോഗം കഴിഞ്ഞു. അടുത്ത് വരുന്നത് എന്താണ്? വൈറസ് രോഗം. 2 എണ്ണം, എയ്ഡ്സും നിപ്പയും. വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നു, അതും മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മുടെ ജനിതക DNA കൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഹോസ്റ്റ് സെല്ലിലോട്ട് അഫക്റ്റ് ആവുന്നത്. സോ ട്രീറ്റ്മെൻറ്റ് അത്ര എളുപ്പമല്ല. അതായത് വൈറസ് രോഗങ്ങൾക്ക് നമുക്കൊരു മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ബാക്ടീരിയൽ രോഗം നമുക്ക് ബാക്ടീരിയ നശിപ്പിക്കാം, വൈറസ് നശിപ്പിച്ച് രോഗങ്ങൾ മാറ്റുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രധാനപ്പെട്ട രോഗമാണ് HIV എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം അറിഞ്ഞു വയ്ക്കണം. അക്വയർ ചെയ്തെടുക്കുന്ന ഇമ്മ്യൂണിയോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി ഇല്ലാതാക്കുന്ന രോഗം. അപ്പോൾ അത് പരത്തുന്ന രോഗകാരിയുടെ പേരെന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി തരുന്ന T ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്? HIV വൈറസ് ചെയ്യുന്നത്. അപ്പോൾ T ലിംഫോസൈറ്റ് ഇല്ലാതാകുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഇമ്മ്യൂണിറ്റി കുറയും. അപ്പോൾ മറ്റ് പല രോഗങ്ങളും വന്നിട്ട് ആ രോഗങ്ങൾ കൊണ്ട് സീരിയസ് ആയിട്ടായിരിക്കും മരണം സംഭവിക്കുന്നത്.
HIV ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ടാക്കും, അങ്ങനെ രോഗം വരും. എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും അതും ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷുവൽ കോണ്ടാക്റ്റ്, ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ട് സെക്ഷുവൽ കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ സിറിഞ്ചുകൾ പോലെയുള്ള സാധനങ്ങൾ ഒരാൾക്ക് HIV ഉള്ള ആൾക്ക് കുത്തിയ സിറിഞ്ച് ഉപയോഗിക്കുക, ഡ്രഗ്സിൻ്റെയൊക്കെ ഉപയോഗം ഇവിടെയാണ് പണി കിട്ടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുക, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുക. ഇപ്പോൾ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓർഗൻ ഡൊണേഷനൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ടെസ്റ്റൊക്കെ എടുക്കും. അതുകൊണ്ട് ഇതിപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഈ സിറിഞ്ചാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരനെന്ന് പറയുന്നത്. സോ നിങ്ങളറിയാമല്ലോ, നിങ്ങൾ അല്ലേ ടീനേജ് കുട്ടികളാണ്. സോ മനസ്സിലാക്കുക, വേണ്ടാത്ത പരിപാടിക്ക് പോകാതിരിക്കുക, അല്ലേ. കുറച്ച് ആളാവാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇതെടുത്ത് കുത്തി കയറ്റുന്നത്. ജീവിതകാലം ഒന്നല്ല, ഈ HIV ഒക്കെ വരുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ വരെ നമ്മുടെ നാട്ടിലുണ്ട്. വെറുതെ അതിലോട്ടൊന്നും കൊണ്ട് എത്തിക്കരുത്. അങ്ങനെ ഒന്നും പകരുന്ന ഒരു അസുഖം അല്ല ഇത്, പക്ഷേ ഇമാതിരി പരിപാടി ചെയ്താൽ പകരും. ട്രീറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ ഇല്ല. ആൻറ്റി റെട്രോവൈറൽ തെറാപ്പിയാണ് ആകെപ്പാടെ ഉള്ളത്. CRISPR ട്രീറ്റ്മെൻറ്റുകൾ, ജീൻ ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിലും അതുവരെ ഒന്ന് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നിപ്പ നമ്മളെല്ലാവരും സിനിമയിലൊക്കെ കണ്ടതാണ്, അല്ലേ. നിപ്പ പരത്തുന്നത് നിപ്പ വൈറസ്. അപ്പോൾ പഠിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. സിംറ്റംസ് അറിയാമല്ലോ നിങ്ങൾ. ഡിസ്ഓറിയൻറ്റേഷൻ, എപ്പിലെപ്സി, ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. നമ്മുടെ വൈറസ് സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അപ്പോൾ അതിനകത്ത് ആ സിനിമയിൽ ക്ലൈമാക്സും സീനിലും ഒക്കെ നമ്മൾ കണ്ട് വിഷമിച്ച കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്, അല്ലെ. എപ്പിലെപ്സി വരും, ഡിസ്ഓറിയൻറ്റേഷൻ, ഓർമ്മയും ബോധമൊന്നും കാണത്തില്ല, കോൺഷ്യസ്നെസ് നഷ്ടപ്പെടും. എങ്ങനെ വരും? വവ്വാലുകൾ, അല്ലേ. ഈ വവ്വാലുകൾ കഴിച്ച ഭക്ഷണങ്ങൾ, അതിൽ നിന്ന് ആ ഭക്ഷണം കഴിച്ച മീറ്റ്, ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് വരും. നെക്സ്റ്റ് വരുന്നതാണ് ഫംഗസ് രോഗങ്ങൾ, ഫംഗസ് വരുത്തുന്ന രോഗങ്ങൾ. ഫംഗസ് വരുത്തുന്ന രോഗങ്ങൾ പ്രധാനമായിട്ടും ഡയറക്റ്റ് കോൺടാക്റ്റിലൂടെയൊക്കെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഏതൊക്കെയാണ് രോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം. നമ്മുടെ വട്ടച്ചൊറി എന്നൊക്കെ പറയുന്ന പോലെ സാധനം, അല്ലെ, റിംഗ് വേമും കാൻഡിഡിയാസിസും. റിംഗ് വേം എങ്ങനെയാണ് ഡയറക്റ്റ് കോൺടാക്റ്റിലൂടെയാണ്, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഒബ്ജക്റ്റിലൂടെ വരും. ഇങ്ങനെ സർക്കുലർ റെഡ് ഡോട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതാണ് റിംഗ് വേം അസുഖത്തിൻ്റെ ലക്ഷണം. കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സെക്ഷുവൽ കോൺടാക്റ്റ് അല്ലെങ്കിൽ ഡ്രസ്സ് ഷെയർ ചെയ്യുന്നതിലൂടെ വരും. വൈറ്റ് പാച്ചസ് ഉണ്ടാകും. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക, വേറെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇനി പ്രോട്ടോസോവ രോഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടോസോവകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂകാരിയോട്ടുകളാണ്. ഇത് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ട് നമ്മുടെ RBCയിൽ വന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇത് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് രോഗമാണ് മലേറിയ. അപ്പോൾ പ്രോട്ടോസോവ രോഗം, മലേറിയ. ഇവിടുന്ന് എപ്പോഴും ചോദിക്കുന്ന മലേറിയ എങ്ങനെയാണ് പകരുന്നത്? മലേറിയ പകരുന്നത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവ വഴിയാണ്. ഈ പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളോട് പോകുന്നത്? അത് ഫീമെയിൽ അനോഫിലിസ് മൊസ്കിറ്റോയിലൂടെയാണ്. ഇത് എപ്പോഴും ചോദിക്കേ. മലേറിയ രോഗം പരത്തുന്ന ആര്? ഫീമെയിൽ അനോഫിലിസ് മൊസ്കിറ്റോ. മലേറിയ രോഗം പരത്തുന്നത് പ്ലാസ്മോഡിയം, അത് കൊണ്ടുപോകുന്നത് ആരാണ്? ഫീമെയിൽ അനോഫിലിസ് മൊസ്കിറ്റോ. അപ്പോൾ മലേറിയ, അനോഫിലിസ് മൊസ്കിറ്റോ. അതുപോലെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഫൈലേറിയാസിസിൽ ക്യൂലെക്സ് പഠിക്കും. ഇത് മാറിപ്പോൾ ഞാൻ ഓർത്ത് വയ്ക്കുന്നത് മലയിൽ ആനയുണ്ട് എന്നാണ് ഓർത്ത് വെച്ചേക്കുന്നത്. മല ഫോർ മലേറിയ, ആന ഫോർ അനോഫലിസ്. പഠിച്ച കുട്ടിക്ക് ഈ കോഡ് ഉപയോഗിക്കാം, പഠിക്കാത്തവൻ അറിയത്തില്ല. അപ്പോൾ എന്താണ്? മലയിൽ ആനയുണ്ട്, അല്ലേ. മലയുടെ മുകളിലൊക്കെ ആനകൾ ഉണ്ടാവുമല്ലോ, അല്ലേ. ആന കയറാ മാമല എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ മലയിൽ ആന ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. മലേറിയ, അനോഫലിസ് മൊസ്കിറ്റോ. നമ്മുടെ പ്ലാസ്മോഡിയം രക്തത്തിലെത്തുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, കടിച്ച ആളിൽ നിന്ന് പോകുന്നു. എന്താണ് അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്? പനി, വിറയലും പനിയും, തലവേദന, മസിൽ പെയിൻ, വൊമിറ്റിംഗ്, ബോഡി പെയിൻ. ആൻറ്റി മലേറിയൽ മെഡിസിൻസ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. എന്നാലും അസുഖം വന്നാൽ ബുദ്ധിമുട്ടാണ്. ഇനി മറ്റൊന്ന്, ഈ ഒരു പ്രോട്ടോസോവ ഗണത്തിൽ വരുന്ന ഒന്നാണല്ലോ അമീബ എന്ന് പറയുന്നത്. അപ്പോൾ അമീബിക് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് ഓക്കെ നെഗ്ലേറിയ ഫ്ലോവേറി എന്ന് പറയുന്ന അമീബ കാരണമാണ് വരുന്നത്. ഇത് നമുക്ക് തിരുവനന്തപുരത്ത് ഒരു കുട്ടിക്ക് വന്നിരുന്നു എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും അപ്പോൾ കണ്ടാമിനേറ്റഡ്, അതായത് കെട്ടിക്കിടക്കുന്ന മലിനമായ ജലത്തിലൂടെയാണ് ഈ പറയുന്ന നെഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്ന അമീബ നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നത്. അത് മനസ്സിലാക്കി വയ്ക്കുക. മൂക്കിലൂടെ കയറി ബ്രെയിനിൽ പോയിട്ട് അവിടെ പെറ്റുവരുന്നു. നെക്സ്റ്റ് വരുന്നതാണ് വേം ഇൻഫെസ്റ്റേഷൻ. അപ്പോൾ വേം ഇൻഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പിൻവേം അല്ലെങ്കിൽ റിംഗ് വേം. പിൻവേം അതുപോലെ തന്നെ റിംഗ് വേമുകൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലും വയറിനകത്തും ഒക്കെ പെരുകിയിട്ട് നമ്മുടെ രക്തത്തിന് ഊറ്റി കുടിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ വെയിറ്റ് കുറയുന്നു, തളർച്ച ഉണ്ടാകുന്നു, ക്ഷീണം ഉണ്ടാകുന്നു. ഇതാണ് നമ്മുടെ വേം ഇൻഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ആൽബൻഡസോൾ ഗുളികയാണ് നമ്മൾ ഇതിനു വേണ്ടി കഴിക്കുന്നത്. ഇതെപ്പോഴും ചോദിക്കാറുണ്ട്. ആൽബൻഡസോൾ ഗുളിക എന്ത് രോഗത്തിന്? വേം ഇൻഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നെയിൽ ബൈറ്റിംഗ്, അല്ലെ, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക, നഖം കടിക്കുക, ഇതിലൂടെയൊക്കെയാണ് ഇത് വരുന്നത്. അത്രയും പഠിച്ചു വെച്ചാൽ മതി, അത് തീർന്നു. ഫൈലേറിയാസിസ്. വേമുകളിൽ പ്രധാനി ഫൈലേറിയാസിസ് അഥവാ മന്ത്.
മന്ത് പരത്തുന്നത് ആരാണ്? ഫൈലേറിയൽ വേമാണ്. ആരിലൂടെ? ക്യൂലെക്സ് കൊതുകുകളിലൂടെ. അപ്പം മലേറിയ, അനോഫലീസ്, ഫൈലേറിയാസിസ്, ക്യൂലെക്സ്. ഫയൽ ഒപ്പിട്ട് വാങ്ങാൻ ക്യൂ നിൽക്കണം എന്നാലോചിച്ച് വെച്ചാൽ മതി. ഫൈലേറിയാസിസ് ഫയൽ ഉണ്ടല്ലോ, അപ്പോൾ ഫയൽ ഒപ്പിട്ട് വാങ്ങാൻ ക്യൂ നിൽക്കണം. അപ്പോൾ ഫൈലേറിയാസിസ്, ക്യൂലെക്സ് മൊസ്കിറ്റോ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഫൈലേറിയൽ വേവ് നമ്മുടെ ശരീരത്തിലെത്തിയിട്ട് ലിംഫ് സിസ്റ്റത്തിൽ പെരുകിയിട്ടാണ് ഈ രോഗം നമുക്ക് വരുന്നത്. ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചതാണ്. ഒരു റിവിഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രം പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫ് അക്യൂമുലേറ്റ് ചെയ്തതായി ഇങ്ങനെ ഓർഗൻസ് എന്ത് പറ്റും? ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പ് ഇല്ലാതായി മാറുന്നൊരവസ്ഥയാണിത് മന്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടേജിയസ് ഡിസീസ് തീർന്നു. ഇനി നമുക്ക് വരുന്നത് നോൺ കണ്ടേജിയസ് ഡിസീസാണ്, പകരത്തില്ല. ഉദാഹരണം ക്യാൻസർ. എന്താണ് ക്യാൻസർ? സെല്ലുകൾ അബ്നോർമലും അൺകൺട്രോളബിളായിട്ടും ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. നോർമലി ഇരിക്കേണ്ട സെല്ലുകളിൽ ചില സെല്ലുകൾ അബ്നോർമലായിട്ട് അൺകൺട്രോളബിളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വലിയ വലിയ സെല്ലിൻ്റെ ക്ലസ്റ്റേഴ്സ് ഉണ്ടാകും. ഇതാണ് ക്യാൻസർ. ഇത് എവിടെ വേണമെങ്കിലും വരാം. പല കാരണങ്ങൾ കൊണ്ടും ക്യാൻസർ വരാം. ജനറ്റിക്കൽ ചേഞ്ച് കൊണ്ട്, എൻവയോൺമെൻറ്റൽ ഫാക്ടർ കൊണ്ട്, വൈറൽ ഇൻഫെസ്റ്റേഷൻ കൊണ്ടും എന്ത് വരാം? നമുക്ക് ഈ പറയുന്നത് വരാം. ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജറി, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പിയൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ ഈ പറയുന്ന തൊഴിൽജന്യ രോഗങ്ങളുണ്ട്, അത് തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളുണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട കുറച്ച് രോഗങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് വരുന്നു അല്ലേ? നമ്മുടെ തെറ്റായ ഡയറ്റ്, റെസ്റ്റിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്നതാണ് ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ അഥവാ BP. ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് സിലിക്കോസിസ്, പൊടി നമ്മുടെ ലങ്സിൽ പോയിട്ടുണ്ടാകുന്ന പ്രശ്നം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് റൂമറ്റോയിഡ് ആർത്രൈറ്റീസ്. ഓക്കെ, നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിന് അകത്ത് അല്ലേ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിന് തന്നെ എന്താവുന്നു മറ്റൊരാളായിട്ട് കണക്കാക്കിയിട്ട് അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥയാണ് ഇമ്മ്യൂണോ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് റൂമറ്റോയിഡ് ആർത്രൈറ്റീസ് എന്ന് പറയുന്നത്. ഭയങ്കര ബോഡി പെയിനൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർ വലിയ ബുദ്ധിമുട്ടാണ്. അടുത്ത് വരുന്നതാണ് എന്താണ്? ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ്, ആഹാരത്തിൻ്റെ അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രക്തക്കുറവ്, അനീമിയയും ഉണ്ട്. ഇതാണ് നമുക്ക് ടേം 2 പഠിച്ചു വയ്ക്കേണ്ട ഭാഗം. ഒന്ന് നിങ്ങൾക്കൊരു അരമണിക്കൂർ 40 മിനിറ്റിനകത്ത് നമ്മളിത് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഒന്ന് പഠിച്ചെടുക്കുക നിങ്ങൾ. സോ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതട്ടെ, നല്ല മാർക്ക് സ്കോർ ചെയ്യട്ടെ. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.